നമസ്കാരം. സിനിമയെക്കുറിച്ചാണ്. സിനിമ എങ്ങനെയാണ് നമുക്ക് അനുഭവവേദ്യമാകുന്നത്? അത്തരം ഒരു പ്രയോറിറ്റിയുള്ള സിനിമയെ നമ്മൾ എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത്? അതിൻ്റെ കഥാപരത അല്ലെങ്കിൽ അവതരണ രീതി. ഇങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നൊരു കഥ ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരൻ്റെ ജീവിത വിജയത്തിനെക്കുറിച്ചാകുമ്പോൾ, അതിൽ ഒരു സീരിയൽ കില്ലറിൻ്റെ കൊലപാതക ശൈലിയെക്കുറിച്ചാകുമ്പോൾ അത് തെറ്റായ സന്ദേശം തരുന്നില്ലേ? അത്തരത്തിലുള്ള സിനിമകൾ അരങ്ങു വാഴുമ്പോൾ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ സിനിമയിൽ വരുന്നത് 95-ലാണ്, സംവിധാനം പഠിച്ചുകൊണ്ട്. അതിനുശേഷം 96-ൽ ഒരു ഹ്രസ്വ ചിത്രത്തോടു കൂടിയാണ് ഇൻഡസ്ട്രിയിൽ വരുന്നത്. നാളിതുവരെ 28ഓളം സിനിമകളുടെ പിന്നാമ്പുറങ്ങളിൽ സ്ക്രിപ്റ്റ് റൈറ്ററായും എഡിറ്ററായും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം നിർമ്മിച്ച് സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്ത സിനിമയാണ് ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയുടെ കഥ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിവിസ്റ്റായ ബാംഗ്ലൂരുകാരൻ്റേതാണ്. അതിൻ്റെ റിസർച്ചുമായി ബന്ധപ്പെട്ട് ഒരുപാട് അലഞ്ഞു. ആ അലച്ചിലിനൊടുവിൽ സുന്ദർബനിൽ ആം ആദ്മി പാർട്ടി കാൻഡിഡേറ്റ് ആയിരുന്ന സന്തോഷ് കൂലി എന്ന് പറയുന്ന 24 വയസ്സുകാരിയുടെ മരണത്തിലെത്തിച്ചേർന്നു. 2500 RTA 24 വയസ്സിനുള്ളിൽ ബൈക്ക് ആക്സിഡൻറ്റിൽ ദാരുണമായി കൊല്ലപ്പെട്ടു. 39 ദിവസം കോമയിൽ കിടന്നിട്ടാണ് അവർ മരിച്ചത്. ചരിത്രം തിരുത്തി എഴുതുമ്പോൾ, ചരിത്രം തിരുത്തി എഴുതിയത് ചലച്ചിത്രങ്ങളായി നമ്മുടെ മുന്നിൽ വരുമ്പോൾ, വാതൊടാതെ വിഴുങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, നമ്മൾ അടുത്ത തലമുറയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാമൂഹിക പ്രതിബദ്ധത എന്താണ്? ഞാൻ അവസാനം ചെയ്ത സിനിമ സ്ലീപ്പ് റൂം എന്ന പേരുള്ള സിനിമയാണ്. അത് ഈ വർഷം ജാനുവരി 9 സെൻസർ ചെയ്തതാണ്. തീവ്രവാദമാണ് അത് പറഞ്ഞ വിഷയം. 12ഓളം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയെങ്കിൽ പോലും കേരളത്തിലെ ഒരു വേദികളിലും IFFK അടക്കം ഒന്നിലും പ്രദർശിപ്പിക്കപ്പെട്ടില്ല. ഇനിയും സാമൂഹിക പ്രസക്തിയുള്ള സിനിമകൾ ചെയ്യും.